എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുന്തിരി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രിപ്പിൾ ലെയർ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ്ങിലേക്ക് നമ്മൾ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയാണ് പുഡിങ് തയ്യാറാക്കുന്നത് നമുക്ക് വേഗം നോക്കാം. പുഡിങ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിങ്ങ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഇതിങ്ങനെ മുക്കി വെച്ചേക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കിത് നല്ല വെള്ളത്തിലൊരു 4-5 പ്രാവശ്യം കഴുകിയെടുത്ത് മാറ്റി വെക്കാം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു 3 ലെയർ പുഡിംഗ് ആണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ലെയർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 25 മാരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ നമ്മുടെ ബിസ്ക്കറ്റ് ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ബട്ടർ ചേർത്ത ശേഷം ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് ആക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ആ ട്രേയിലേക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിക്നെസ് വേണ്ട, ചെറിയൊരു തിക്നെസ്സിൽ മതി നമ്മുടെ ആ ബേസ് ലെയർ. ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ലെയർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കാച്ചിയ പാൽ എടുക്കുന്നത്. ഇനി ഞാൻ ഒരു 1/2 കപ്പ് പാൽ കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ പാല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കാച്ചിയ പാലാണ്. പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ആ കോൺഫ്ലോർ മിക്സ് ചെയ്തത് ഒന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീയെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാലിന്റെ മിക്സ് ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3-4 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് നേരത്തേക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് ഇരുന്ന് ചൂടാറിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ആ പാലിന്റെ ലെയർ ഒക്കെ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കട്ടിയായി. ഇനി ഇത് നമുക്ക് ഈ ആദ്യത്തെ ലെയറിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ആ പാലിന്റെ ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1-2 മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ലെയർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ മുന്തിരിങ്ങ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. തിളയ്ക്കാൻ വെച്ച മുന്തിരി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നമ്മുടെ മുന്തിരിങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. വെന്താണ്ട് ആ തൊലിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. മൂന്നാമത്തെ ലെയർ തയ്യാറാക്കാനായിട്ട് നമ്മൾ ആ മുന്തിരി വേവിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പൊ ഞാൻ ആ മുന്തിരി ജ്യൂസ് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ആ കോൺഫ്ലോർ ഒന്നും കൂടി ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതും ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പൊ എന്താ ഈ ഒരു പരുവത്തില് ഞാനിത് ഓഫ് ചെയ്തേ. ഇത്രയും കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിരുന്ന് ഒന്ന് തണുക്കട്ടെ. നമ്മൾ മുന്തിരിങ്ങ വേവിക്കാൻ നേരം പഞ്ചസാര ചേർത്തത് കാരണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ലെയർ പുഡിങ്ങും ഒരുവിധം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ മുന്തിരിയില്ലേ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിന്റെ തൊലിയൊക്കെ മാറ്റി രണ്ടായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുന്തിരി ലെയറും ഒരുവിധം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് സെറ്റായി. ഇനി നമുക്കിത് പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ പുഡിംഗ് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ മുറിച്ചെടുത്ത് സെർവ് ചെയ്യാം. ഇനി മുന്തിരിങ്ങ വാങ്ങിക്കുമ്പോൾ എല്ലാവരും ഈ പുഡിംഗ് തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ. താങ്ക് യു.